ഈർക്കൽ ഉപയോഗിച്ചുള്ള കരവിരുതിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് വളാഞ്ചേരി സ്വദേശി മോഹൻദാസ്. ഈർക്കൽ കൊണ്ട് പുസ്തകം, വാദ്യോപകരണങ്ങളുടെ മാതൃക, അങ്ങനെ ഒരുപാടധികം സൃഷ്ടികൾ ഇദ്ദേഹം നിർമ്മിച്ചെടുക്കുന്നുണ്ട്. വളാഞ്ചേരി സ്വദേശി മോഹൻദാസ് ആണ് ഈ കലാസൃഷ്ടികൾക്ക് പിന്നിൽ. കാണാം. ഈർക്കിൽ കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാനാകും? പല തരത്തിലുള്ള ഉത്തരങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഈർക്കിൽ കൊണ്ട് എന്തു നിർമ്മിക്കുന്ന ഒരാളുണ്ട് മലപ്പുറത്ത്, വളാഞ്ചേരി സ്വദേശി മോഹൻദാസ്. ഈർക്കിൽ കൊണ്ട് പുസ്തകം, വാദ്യോപകരണങ്ങളുടെ മാതൃകകൾ, നിലവിളക്ക്, അങ്ങനെ അദ്ദേഹം എന്തു നിർമ്മിക്കും. മോഹൻദാസിനെയും അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളെയും പരിചയപ്പെടാനാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് നേരെ വളാഞ്ചേരിയിലേക്ക്. തിരൂരിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് വളാഞ്ചേരി എത്താം. ഈ വളാഞ്ചേരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി സഞ്ചരിച്ച് കഴിഞ്ഞാൽ മോഹൻദാസ് ഏട്ടൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് എത്തും. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബാക്കി നമുക്ക് മോഹൻദാസ് ഏട്ടൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് കൃത്യമായി തന്നെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് മോഹൻദാസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ കാത്തിരിപ്പുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ തന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരുപാടധികം ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാടധികം കലാസൃഷ്ടികൾ നമുക്ക് കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ തന്നെ എന്താണ്, എങ്ങനെ നിർമ്മിച്ചു എന്നൊക്കെ മോഹൻദാസേടൻ തന്നെ അതൊക്കെ വിശദീകരിക്കും. ഇവിടെ ലോകകപ്പിൻ്റെ മാതൃക, നിലവിളക്ക്, ഗ്രാമഫോണ്, വീണ, എടയ്ക്ക, ബോട്ട്, പിന്നെ ഈഫൽ ടവർ, കഥകളിയുടെ രൂപം, പിന്നെ ബാങ്കിൻ്റെ, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എംബ്ലം, ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ നേവിയുടെ എംബ്ലം, ഡോക്ടേഴ്സിൻ്റെ എംബ്ലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫിനിഷിംഗ് വർക്കാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈർക്കളുകളാണ്, ഉണങ്ങിയ ഈർക്കളുകളാണ്. ഇത് ശരിക്കും നമ്മൾ തെങ്ങിൻ്റെ പട്ടയിൽ നിന്ന് നമ്മൾ വെട്ടിക്കൊടുന്നിട്ട് നമ്മൾ തെങ്ങിൻ്റെ പട്ട ഉണക്കിയതിന് ശേഷമാണ് ഈ ഈർക്കളാക്കുന്നത്. എന്നിട്ട് ഈർക്കളാക്കിയതിന് ശേഷം നമ്മൾ കത്തികളെടുത്ത് നല്ല മിനുസാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ എടുക്കും. ഔട്ട്ലൈൻ ഇട്ടിട്ട് ഔട്ട്ലൈനിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് നമ്മളിത് മുറിച്ച് ഓരോ പീസുകളായിട്ട് നമ്മൾ വിവിധ മോഡലുകളിലായിട്ട് അതിന് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ SH ആണ്, പിന്നെ ഫെവിക്വിക്കാണ്. ഇങ്ങനെയുള്ള പശകളൊക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിലൊരു പ്രോത്സാഹനം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മളൊരു പക്ഷേ വളരെയധികം മുന്നോട്ട് പോവുക. മോഹൻദാസിനെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളാണ്, പ്രതീഷ്, വിശ്വനാഥൻ. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഇപ്പോൾ വലിയ കലാകാരനൊക്കെ മാറിയിരിക്കുകയാണല്ലേ. അതെ, ഒരുപാട് സന്തോഷം. നമ്മുടെ സുഹൃത്തിൻ്റെ കലാസൃഷ്ടികളൊക്കെ പുറം ലോകം അറിയുന്നു, ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ തേടി അംഗീകാരങ്ങൾ വരുന്നു. ഏറെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി മാറിയതിൽ. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളൊക്കെ ഒരുക്കുമ്പോൾ നമ്മളോടൊക്കെ അഭിപ്രായം തേടാറുണ്ട്. നമ്മളൊക്കെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് പല വർക്കുകളും ചെയ്യാറുള്ളത്. പിന്നെ വർഷങ്ങളായിട്ട് എടയൂരിൻ്റെ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും സജീവമായിട്ട് ഉൾപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ മോഹൻദാസിൻ്റെ കലാസൃഷ്ടികളൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സഹായി മകൾ അനുഷ്യയാണ്. അച്ഛൻ വിളിക്കും, ഞങ്ങൾ ഈർക്കളി കൊണ്ട് ഓരോന്നുണ്ടാക്കും. ഈർക്കളി ബ്ലേഡ് കൊണ്ട് ഓരോന്ന് ആക്കാനൊക്കെ ഉണ്ടാവും. അതിനെല്ലാത്തിനും ഏട്ടന്മാരുണ്ടാവും. അപ്പം എപ്പോഴും രാത്രിയാണോ ഈ പരിപാടികളൊക്കെ ചെയ്യുക? രാത്രി ഉണ്ടാവും. പിന്നെ വൈകുന്നേരം അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ രാവിലെ ഇടയ്ക്കൊക്കെ നിൽക്കും എന്തെങ്കിലും ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ.
എന്നെപ്പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന 24-ന് എൻ്റെ സ്നേഹവാരം നൽകുന്നു. ഈർക്കിൽ കൊണ്ടുള്ള ഈ വിസ്മയിപ്പിക്കുന്ന കലാസൃഷ്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരം കലാകാരന്മാരെ റൈഡിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ക്യാമറാമാൻ അഭിത് കല്ലായിക്കും സഹായി സുജിത് വട്ടത്തിനുമൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. മോഹൻദാസ് ചേട്ടൻ ആ കുഞ്ഞീർക്കിലുകൊണ്ട് മനോഹരമായ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും അങ്ങേയറ്റം സൂക്ഷ്മത വേണ്ട ഒരു കലാപരിപാടിയാണ്. ഏതായാലും ഇനിയും മികച്ച ശില്പങ്ങൾ ഉണ്ടാക്കാനാവട്ടെ. അതിന് ആ കുടുംബവും സുഹൃത്തുക്കളുമൊക്കെ കൂടുതൽ പിന്തുണയുമായി ഒപ്പം നിൽക്കട്ടെ.